ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പെട്ടിങ്ങടക്കൊക്കെ ആയിട്ട് എവിടേക്കാണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. നമ്മളിപ്പോൾ ഒരു ഗോവ ട്രിപ്പിന് പോവാണ് കേട്ടോ. നമ്മുടെ 10th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നമ്മളൊരു കുളു, മണാലി, ഡൽഹി, ആഗ്ര ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ആ ട്രിപ്പ് പോസ്റ്റ്പോൺ ചെയ്തതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണ്ടേന്ന് വിചാരിച്ച് നമ്മൾ ഗോവയ്ക്ക് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ കെട്ടിയവനും മാത്രമായിട്ട് ഞങ്ങൾ ഗോവയ്ക്ക് പോവുകയാണ്. കുട്ടികളെ എൻ്റെ വീട്ടിലാണ് കേട്ടോ, അമ്മയുടെ അടുത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വിഷമമുണ്ട്, എന്നിരുന്നാലും കൊല്ലത്തിൽ ഒരു തവണയൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കണ്ടേ, നമുക്കും ട്രിപ്പ് അടിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിലാണ് പോകുന്നത്. ഗോവ മഡ്ഗോൺ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 3:20 നേത്രാവതി എക്സ്പ്രസ്സിലാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ 2 ടയർ AC ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ 2 വടയും കുറച്ച് ചട്നിയും പറഞ്ഞു. അതിനുശേഷം നമ്മൾ കത്തിയടിച്ചിരുന്ന് രാത്രി ഡിന്നറിന് നമ്മൾ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയുമാണ് പറഞ്ഞത്. വളരെ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്കത് കഴിക്കാനായിട്ട് പറ്റിയില്ല. ഞാനും ഒരു ചപ്പാത്തി കഴിച്ചായിരുന്നു, ചേട്ടൻ കഴിച്ചില്ല. അങ്ങനെ അത് നമ്മളങ്ങനെ തന്നെ വേസ്റ്റ് ബിന്നിൽ തട്ടുകയായിരുന്നു ചെയ്തത്. പിന്നെ നമ്മൾ കിടക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കി. എനിക്ക് അപ്പർ ബെർത്തും ചേട്ടന് ലോവർ ബെർത്തും ആയിരുന്നു കേട്ടോ. നമ്മളത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു 5:15 കൂടിയിട്ട് നമ്മൾ ഗോവ മഡ്ഗോൺ സ്റ്റേഷനിൽ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ നമുക്കൊരു എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, ഞാൻ ആദ്യമായിട്ടാണ് ഗോവയിൽ. സോ അവിടെയാണ്, ഇപ്പോൾ അതിന് മുമ്പിലാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിലേക്ക് കയറാനായിട്ടുള്ള ക്യൂവിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വെയിറ്റിംഗ് റൂമിലിരിക്കുന്ന പോലെ തന്നെ എക്സിക്യൂട്ടീവ്, അതായത് നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ഉള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ സോഫ കുഷനാണ് എടുത്തത്. അത് 50 രൂപയാണ് 1 മണിക്കൂർ നേരത്തേക്ക് ഒരാൾക്ക് വരുന്നത്. അല്ല, 2 അവേഴ്സിന് 50 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 100 റുപ്പീസിന് 2 സിംഗിൾ സോഫ എടുത്ത് സുഖമായിട്ട് ഉറങ്ങി. അവിടുന്ന് തന്നെ നമുക്ക് മോർണിംഗ് പരിപാടികളൊക്കെ കഴിച്ചിട്ട് തന്നെ ഇറങ്ങാം കേട്ടോ. അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതും ഈ പറഞ്ഞ മാതിരി വല്ലാണ്ട് കാര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ കോഫി കൊള്ളായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ മാത്രം അങ്ങനെ വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് റിസോർട്ടിൽ നിന്ന് കാർ വന്നായിരുന്നു. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ റിസോർട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ആ വഴിക്ക് ഈ ഒരു ഗൈഡിനെ പോലെയൊക്കെ തന്നെ ചേട്ടൻ ഓരോ ഇങ്ങനെ വഴിയിലെ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴത്തേനും നമുക്കത് ഇന്നതാണെന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ ബ്രിഡ്ജ് നമ്മൾ ഗോവയിൽ നമ്മളിപ്പോൾ 5 ഡേയ്സിനാണ് പോയത്. അപ്പോൾ ഈ 5 ഡേയ്സിൽ നമ്മൾ പല സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മൾ ഈ ബ്രിഡ്ജ് കവർ ചെയ്തിട്ട് പോയായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന റിസോർട്ടിലേക്ക് ഒരു 1.5 മണിക്കൂർ കഷ്ടി ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബ്രിഡ്ജിൽ നമുക്ക് രാത്രി ആകുമ്പം ലൈറ്റ് ഇടുന്നതാണ് ചേട്ടൻ പറഞ്ഞത്, നമ്മൾ കാറിൽ പോകുമ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ പറഞ്ഞായിരിക്കുന്നു. പക്ഷേ അല്ല, നമ്മൾ ഇന്ന് രാത്രി, അതായത് നമ്മൾ അവിടെ എത്തിയ രാത്രി നമ്മൾ ഡിന്നർ ക്രൂസ് നമ്മളൊരു ബോട്ടിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിന്നർ ക്രൂസ് ഓൾറെഡി ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ നൈറ്റ് നമ്മൾ ബോട്ടിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പോയപ്പോഴത്തേനും നമ്മളിത് ലൈറ്റ് ഇട്ടിട്ട് കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയ വഴിക്ക് പൽമറൈന എന്നാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ഡ്രിങ്ക് തന്നു. ആ ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ കെട്ടിയവൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾക്കൊക്കെ വായിച്ചെടുക്കാം. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ. എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ അവിടെ വെച്ചു. അങ്ങേര് കുറച്ച് കുടിച്ചു, അതിന് ശേഷം അവിടെ തന്നെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ റൂം ബോയ് വന്നു. നമുക്ക് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ആൾ തന്നെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റൂം കാണിച്ചു തന്നു. നമുക്ക് 2 പൂളുണ്ടായിരുന്നു നമ്മുടെ ആ റിസോർട്ടിൽ തന്നെ. ഒന്ന് ഫാമിലി പൂളും പിന്നെ ഒരെണ്ണം കപ്പിൾ പൂളും ആയിരുന്നു കേട്ടോ. നമുക്ക് കപ്പിൾ പൂൾ യൂസ് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. ഒരു നോർമൽ റൂമാണ് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം നമ്മൾ അധികം റൂമിനകത്ത് ഇരിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ചുമ്മാ വെറുതെ കുറേ പൈസയും കൊടുത്ത് നമ്മൾ റൂം എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നോർമൽ റൂമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞൊരു 10-10:30 ആയി. നമ്മൾ എന്തെങ്കിലും കാറ്റ് കിടന്നു തുടങ്ങി, വയറ്റിലകത്തേക്ക് കാറ്റ് കിടന്നു തുടങ്ങി. അപ്പോൾ നമ്മളൊരു ചിക്കൻ സാൻഡ്വിച്ചും 2 ലൈമുമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു. ലൈമിനകത്ത് അവർ നമ്മൾ ORS ലൈന് പോലെ ഉപ്പും പഞ്ചസാരയും ഒരുമിച്ച് ഇടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിലെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ വ്ളോഗോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗോവയിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടുന്നതാണ് ഒരു സ്കൂട്ടർ ഓർ കാർ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം റെൻറ്റിന് എടുക്കേണ്ടത്. ഇത് 400 രൂപയാണ് ഒരു ദിവസത്തെ ഇതിൻ്റെ റെൻറ്റ് വരണത്. പക്ഷേ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് എന്തായാലും ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്
നമ്മുടെ സൗത്ത് ഗോവ കറങ്ങാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ സൗത്ത് ഗോവയിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അഗോഡ ഫോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഗോഡ ഫുഡ് കാണാൻ വേണ്ടി പോവുകയാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ അഗോഡ ഫോർട്ടിലെത്തിക്കാണ്. 25 റുപ്പീസാണ് കേട്ടോ ഇവിടെ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. 300 റുപ്പീസാണ് കേട്ടോ ഫോറിനേഴ്സിനൊക്കെ ഇവിടെ ചാർജ് ചെയ്യുന്ന റേറ്റ് വരുന്നത്. അത് എനിക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അതായത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. അതിനുശേഷം നമ്മളൊരു കവാടം കടന്ന് വരുമ്പം ഇങ്ങനെ കാണാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു ലൈറ്റ് ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ ഈ ഫോർട്ടിൽ. 4 നില, ഒരു 3-4 നിലയുടെ ഹൈറ്റൊക്കെ ഉണ്ട് ഈ ഒരു ലൈറ്റ് ഹൗസിന്. ഇതാണ് അവിടുത്തെ ഒരു ഓവർവ്യൂ വരുന്നത് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കടലാണ് കേട്ടോ. നമ്മുടെ ഈ പടമില്ലേ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ അവർ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഇതിനകത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ അഗോഡ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പേരക്കായിൽ, അതായത് ഗോവയിൽ ഉപ്പും മുളകും ഇട്ടിട്ട് അവിടെ ഒരുപാട് പേര് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് എൻ്റെ കെട്ടിയത് മുഴുവനും തിന്ന് തീർത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് അഗൗഡയിൽ തന്നെ, അതായത് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെ ഒരു ജയിൽ മ്യൂസിയം ഉണ്ട്, അഗൗഡ ജയിൽ മ്യൂസിയം. അപ്പോൾ അത് കാണാനായിട്ടാണ് കേട്ടോ നമ്മളിനി അടുത്ത യാത്ര. നമ്മുടെ ആ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ. ഇതൊരു റൂട്ട് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പോകുന്ന വഴിക്ക് തന്നെയാണ് എല്ലാ സംഭവങ്ങളും വരുന്നത് കേട്ടോ. നിയറസ്റ്റ് ഒരു അപ്രോക്സ് ഒരു 4 to 5 കിലോമീറ്റേഴ്സൊക്കെ ആയിരുന്നു നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടേക്ക് എൻ്റർ ചെയ്യാനായിട്ട് 200 റുപ്പീസായിരുന്നു ചാർജ് വന്നത്. അത് ഇത്തിരി ഓവറായിട്ട് തോന്നി. ഇതിനെക്കാട്ടിലും എനിക്ക് അഗൗഡ ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാണാനായിട്ട് എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഇപ്പം ഒരു ഓവർവ്യൂ ആണ്, എന്നിരുന്നാൽ കൂടിയിട്ടും എനിക്ക് അതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത്. ഈ മ്യൂസിയത്തിൽ പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതൊരു സെൻട്രലൈസ്ഡ് ആർട്ട് ഗാലറിയാണ് കേട്ടോ. നല്ല പിക്ചേഴ്സ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും നമ്മൾ റൂമിലേക്കാണ് പോയത്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നൈറ്റ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡിന്നർ ക്രൂസാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പെട്ടെന്ന് വന്നതായതുകൊണ്ട് നമുക്കൊരു 1 വീക്ക് ഗ്യാപ്പാണ് ആകെ ഇതിനകത്ത് കിട്ടിയത്. അപ്പോൾ അതിൽ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു ബസ് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ കയറുന്ന പോലെ ആ ബസ്സിനകത്ത് കയറിയിട്ട് ഇതാണ് നമ്മുടെ ബോട്ട് വരുന്നത്, വിഹാൻ. അപ്പോൾ ഇവനാണ് ഇന്നത്തെ നമ്മുടെ സാരഥി. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 8 മണി 8:30 ആ ഒരു ടൈമിനാണ് കേട്ടോ നമ്മൾ അതിനകത്തേക്ക് എൻ്റർ ആയത്. ഒരു 3.5 hours നമുക്ക് ഈ ബോട്ടിൽ എൻട്രിങ് ടൈമുള്ളത്. അതായത് നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റും. താഴെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് DJയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ 2 ഫ്ലോർ, അതായത് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും വന്നിട്ട് ഫുഡ് നമുക്ക് ഇരിക്കാനും ഫുഡിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളായിരുന്നു മറ്റ് 2 ഫ്ലോറിലുണ്ടായിരുന്നത്. ഇത് നമുക്ക് കൂപ്പൺ തന്നിട്ടാണ് കേട്ടോ ഇതിലേക്ക് നമ്മളെ എൻ്റർ ചെയ്യിക്കുന്നത്. അതിനകത്ത് ഈ ഫുഡിൻ്റെ ഒരു കൂപ്പൺ ചേട്ടൻ എൻ്റെ കയ്യിൽ തന്നത്, ഞാനത് ടേബിളും വെച്ച് മറന്നുപോയി. അപ്പോൾ അതിന് കുറച്ച് കലിപ്പൊക്കെ ഉണ്ടാക്കി ഇരിക്കുകയായിരുന്നു എൻ്റെ കലിപ്പൻ. അത് കഴിഞ്ഞെങ്കിൽ സംഭവം എനിക്ക് തിരിച്ച് കിട്ടി, പക്ഷേ അങ്ങേരുടെ കയ്യിൽ നിന്ന് എനിക്ക് ആവശ്യത്തിന് കിട്ടിയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് സ്വാഭാവികം ഉള്ളതാണ്. ഇതാണ് കേട്ടോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ. ഇത് ചേട്ടൻ പറയുന്നത് ഈ ലൈൻസ് പോകുന്നില്ലേ, അതിനകത്തും കൂടെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് ചേട്ടൻ മുമ്പ് വന്നപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പോയപ്പം ഇപ്പോൾ തൂണുമ്പോൾ മാത്രമേ, പില്ലറിൽ മാത്രമേ ലൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ട് വൈറ്റ് റൈസും അതുപോലെ ചപ്പാത്തി, ചിക്കൻ, അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രൂസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ നമ്മളെ റൂമിൽ ആ ബസ്സിൽ തന്നെ എത്തിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.